നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതാണ് മന്ത്രിസഭാ തീരുമാനം. പിന്നെ ഇന്ന് സഭയിൽ വെച്ച വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ധവളപത്രം ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റോ ഒന്നുമല്ല. സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെ, സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഡോക്യുമെന്റാണ്. എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, എത്ര ബാധ്യതകളുണ്ട്, ഭാവിയിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് പേപ്പർ അനിവാര്യമാകുന്ന മറ്റൊരു പ്രധാന കാരണം പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ പാസാക്കിയ 26-27 ബജറ്റിലെ ന്യൂനതകളുടെ യഥാർത്ഥ ചിത്രം അതിനകത്ത് വരും. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിന്റെ GSTPയുടെ 35.5%. ഈ കടം കണക്കാക്കുന്നത്, കടത്തിന് പരിധിയുള്ളതുകൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSTPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2 ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81. അപ്പൊ കേരളത്തിൻ്റെത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSTPയും തമ്മിലുള്ള റേഷ്യോ. പലിശ, സംസ്ഥാനത്തിന്റെ പലിശ ചെലവ് വരുമാന ചെലവിന്റെ മൊത്തമുള്ള വരുമാനത്തിന്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ 17.73% വരും. ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നത്, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. വികസന ചെലവ് ആകെ ചെലവിന്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിന്റെ? അപ്പൊ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, മറ്റേ മനസ്സിലായ പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റത് നേരെ കണ്ട 39.9 നമ്മുടെ ആവുമ്പോൾ 63.5 അവർ വികസന കാര്യങ്ങൾക്ക് ചെലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSTPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിന്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോൾ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാൻ, അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് ഇപ്പൊ നിലവിലുള്ള പ്ലാൻ. അതുപോലെ ഞങ്ങൾ ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പം ഇല്ല. 15,000 കോടിയെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.